പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് നന്ദഗോപൻ. രാജ്യതലസ്ഥാനത്തു നിന്നും പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഒട്ടനവധി പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഒട്ടനവധി വാർത്താ വിശേഷങ്ങൾ പ്രേക്ഷകരുടെ അറിവിലേക്ക് പങ്കുവെക്കുവാനുണ്ട്. ആ വാർത്തകളിലേക്കൊക്കെ ഓരോന്നോരോന്നായി നമുക്ക് കിടക്കാം. അതിനു മുമ്പ് വളരെ സന്തോഷകരമായ ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ജനം ടി വിയുടെ ഡൽഹി ബ്യൂറോ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ വൈകുന്നേരം. ജനം ടി വിയുടെ MD ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ചെയർമാൻ G സുരേഷ് കുമാർ, ജനം ടി വിയുടെ പ്രഭാരിയും അതേപോലെ തന്നെ RSSന്റെ മുതിർന്ന പ്രചാരകമായിട്ടുള്ള A ജയകുമാർ എന്നിവർ ചേർന്നാണ് ഈ കർമ്മം നിർവഹിച്ചത്. രാജ്യതലസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ അതിഥികളായി ഈ ചടങ്ങിൽ പങ്കാളികളായിരുന്നു. നോർത്ത് ബ്ലോക്കിലാണ്, നോർത്ത് അവന്യൂവിലാണ് പുതിയ ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത്. നേരത്തെ VP ഹൗസ്, വിദേൽ ഭായ് പട്ടേൽ ഹൗസിലായിരുന്നു ജനം ടി വിയുടെ ഡൽഹി ബ്യൂറോ പ്രവർത്തിച്ചിരുന്നത്. ഇന്നു മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് ആ ജനം ടി വിയുടെ ബ്യൂറോയുടെ പ്രവർത്തനം മാറ്റിയിരിക്കുന്നു. ഇന്നലെയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ കണ്ടിട്ട് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് കിടക്കാം. ഡൽഹിയിലും ഇത്രയും സൗകര്യമായിട്ടൊരു ബ്യൂറോ ഇവിടെ കിട്ടുമ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നു വന്ന. ഇതിൻ്റെ കേരളത്തിലെ സ്റ്റുഡിയോ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു, അതിൽ ഇന്നും 10-11 വർഷമായിട്ട് പ്രവർത്തിക്കുന്നവർ അതെല്ലാം സഹിച്ചിട്ടും ഈ ജനം ടിവിയുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം അവരിലൊക്കെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ ജനം ടിവിയുടെ ലക്ഷ്യം എന്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ആദരണീയനായ പ്രൈം മിനിസ്റ്ററിനും അറിയാം ജനം ടി എന്നുള്ളത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ എൻ്റെ വീട്ടിൽ വന്ന് സത്സംഗാലൊക്കെ താമസിച്ചു. സംഘയാലയ്ക്കുന്ന അദ്ദേഹത്തിന് അറിയാം മലയാളത്തിൽ ചാനൽ കണ്ടിട്ട് ജനം ടി വി ഇത് നമ്മൾ അഭിനയിച്ചതല്ലേ എന്നാ ഇത്രയും ആ രീതിയിലേക്ക് ഇന്ന് എത്തിപ്പെട്ടു. അതാണ് പ്രേക്ഷകരെ, ആ സന്തോഷകരമായ മുഹൂർത്തം പ്രേക്ഷകരുമായി പങ്കുവെച്ചു കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 2 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും സന്ദർശിക്കുകയാണ്. ഹരിയാന, പഞ്ചാബ്, അതേപോലെ തന്നെ ചണ്ഡീഗഡ് എന്നീ സ്ഥലങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഏതാണ്ട് 26,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്നുള്ളത് ഏതാണ്ട് 14,700 കോടി രൂപയുടെ പദ്ധതി ഹരിയാനയിലെ ജിന്ദിൽ ഇന്ന് ആ പദ്ധതിയുടെ തറക്കല്ലിടിയിലും അതേപോലെ തന്നെ രാജ്യത്ത് സമർപ്പിക്കുന്ന ചടങ്ങും നടക്കുകയാണ്. വളരെ പ്രധാനം, ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹരിയാനയിലെ ജിന്ദിൽ നിന്നും സോനിപത്തിലേക്കാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഇന്ന് അദ്ദേഹം നിർവഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും കരുത്തിറ്റതുമായിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിനുകളിൽ ഒന്നാണ് ഇന്ന് ഹരിയാനയിലെ ജിന്ദിൽ നിന്നും നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ സിഖ് ഗുരുക്കന്മാരുടെയും സിഖ് പൈതൃകത്തിൻ്റെയും സ്മരണയ്ക്കായിട്ട് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ അവിടെ ഒരു മ്യൂസിയത്തിന് പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിടുകയാണ്. അതേപോലെ തന്നെ ചണ്ഡീഗഡിൽ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, അടിസ്ഥാന വികസന സൗകര്യം എന്നിവയുമായി ബന്ധപ്പെട്ട 6,600 കോടിയിലധികം രൂപ വരുന്ന പദ്ധതിയുടെ തറക്കല്ലിടിയിൽ കർമ്മമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. അതേപോലെ ചണ്ഡീഗഡിൽ തന്നെ അത്യാധുനിക മാതൃശിശു കേന്ദ്രവും അത്യാധുനിക ന്യൂറോ സയൻസ് കേന്ദ്രവും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. അതേപോലെ തന്നെ ഡൽഹി, അമൃത്സർ, കട്ര അതിവേഗ പാതയുടെ പൂർണ്ണമായും ഒരു പ്രവേശന നിയന്ത്രിതമായിട്ടുള്ള പാക്കേജ് 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നു. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയിലധികം വിലമതിക്കുന്ന റോഡ് പദ്ധതി, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിടുന്നു. അതേപോലെ തന്നെ 20 സംസ്ഥാനങ്ങളിലായി പുനർവിന്യസിച്ച 75 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിടുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏവർക്കും, ഓരോ ഭാരതീയനും അഭിമാനമായി നമ്മൾ കാണേണ്ടത് ഈ ഹൈഡ്രജൻ ട്രെയിൻ്റെയാണ്. രാജ്യം ഏത് തരത്തിലേക്ക് കുതിക്കുന്നു, അല്ലെങ്കിൽ രാജ്യത്തെ ഏത് തരത്തിലുള്ള വികസന വിപ്ലവമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. അങ്ങനെ വലിയൊരു വികസന വിപ്ലവത്തിനാണ് ഇന്ന് നാന്ദ്യം കുറിക്കുന്നത് എന്നുള്ളതാണ്. ഹൈഡ്രജൻ ട്രെയിൻ വികസിത രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക്
ഭാരതം കടക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇതിനെ എന്നുള്ളതാണ്. ഹൈഡ്രജൻ ട്രെയിന് ഇന്നിപ്പോൾ ജിന്ദിൽ നിന്നും സോനിപ്പത്തിലേക്ക് ഏതാണ്ട് 70 കിലോമീറ്റർ ദൂരമുള്ള അല്ലെങ്കിൽ ദൈർഘ്യമുള്ള ആ പാതയിലാണ് ഓടിത്തുടങ്ങുന്നത്. ഈ ഹൈഡ്രജൻ ട്രെയിൻ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ലയിപ്പിച്ച് പ്രവർത്തനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. 10 കോച്ചുകളാണ് ഈ ട്രെയിൻ ഉള്ളത്. ഈ 10 കോച്ചുകൾ സാധാരണ ലോകരാജ്യങ്ങളിലൊക്കെ പരിശോധിച്ചാൽ ഇത്രയധികം കോച്ചുകളുള്ള അല്ലെങ്കിൽ ഇത്രയധികം നീളമുള്ള ഒരു ട്രെയിൻ, ഹൈഡ്രജൻ ട്രെയിൻ എന്നുള്ള പറയുന്നത് അത് ഭാരതത്തിൽ മാത്രമായിരിക്കും സർവീസ് നടത്താൻ പോകുന്നത്. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വികസന വിപ്ലവമാണ്. ഏതാണ്ട് 2600 യാത്രക്കാരെ ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ കാർബൺ പുറന്തള്ളുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രകൃതിക്കും അതിൽ ഈ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള ദോഷവും ഈ ഹൈഡ്രജൻ ട്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഹൈഡ്രജൻ ട്രെയിൻ കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വലിയൊരു വികസന വിപ്ലവത്തോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പദ്ധതിക്ക് കൂടി ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ പദ്ധതി നടപ്പാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ഈ ഹരിയാനയിലെ ജിന്ദിൽ നിന്നും സോനിപ്പത്തിലേക്കാണ്. ഏതാണ്ട് ഇപ്പോൾ 75 കിലോമീറ്റർ വേഗതയിലായിരിക്കും ഈ ട്രെയിൻ സർവീസ് നടത്തുക. അത് ഏതാണ്ട് 110 കിലോമീറ്റർ വേഗതയിലേക്ക് ഈ ട്രെയിൻ സർവീസ് നടത്തുവാൻ വേണ്ടി അതിന് പ്രാപ്തിയുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ 75 കിലോമീറ്റർ വേഗതയിൽ മാത്രമായിരിക്കും ഈ ട്രെയിൻ സർവീസ് നടത്തുക എന്നുള്ളതാണ്. ഏതായാലും വലിയ ഒരു വികസന വിപ്ലവം എന്നതിനപ്പുറത്തേക്ക് നമുക്കറിയാം, ഇന്ധനം നമ്മൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. ഡീസൽ അങ്ങനെ ഇറക്കുമതി ചെയ്യുന്നത് നമുക്ക് ഇതിലൂടെ കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഭാവിയിൽ മുഴുവൻ റൂട്ടുകളിലേക്കും ഇപ്പോൾ റെയിൽവേ വ്യക്തമാക്കുന്നത് ഏതാണ്ട് ബ്രോഡ് ഗേജിൽ 99% വൈദ്യുതിവൽക്കരിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ ഒരു വിപ്ലവം കൂടിയാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അതിൻ്റെ തുടക്കമാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഹരിയാനയിലെ ജിന്ദിൽ നടത്തുന്നത്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒട്ടനവധി പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട്. അതിൽ ചില വാർത്തകളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ തെലങ്കാനയിൽ നിന്നുമുള്ള ഒരു വാർത്തയാണ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത്. തെലങ്കാനയിൽ അവിടെ ഒരു സ്കൂളിൽ ഈ കുട്ടികളെ നിർബന്ധിച്ച് മതപഠനം നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഒരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ആ വിഷയത്തിൽ ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടിരിക്കുകയാണ്. അതായത് 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ കലിമ ചൊല്ലാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ്. BJP നേതാവ് മാധവി ലത ഇതിനെതിരെ ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഈ സ്കൂളിനെതിരെ ഉയർന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അധികൃതർ, ഈ തെലങ്കാനയിൽ നമുക്കറിയാം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, സ്വാഭാവികമായും പ്രീണന നയം എന്നുള്ളത് കോൺഗ്രസിൻ്റെ മുഖമുദ്രയാണ്. പ്രീണനം എന്നല്ലാതെ അല്ലെങ്കിൽ പ്രീണന നയമില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെ ആ ഒരു പ്രീണന നയത്തിൻ്റെ ഭാഗമായി കൂടി ആയിരിക്കാം ഒരുപക്ഷെ ഈ സ്കൂളിനെതിരെ ഒരു തരത്തിലുള്ള നടപടികൾ എടുക്കാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ടിരിക്കുകയാണ്. അവരുടെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആ ഡയറിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ എത്തി വിദ്യാർത്ഥികൾ പഠിക്കേണ്ട പാഠഭാഗങ്ങളുണ്ട്. അതിലാണ് ഈ കലിമയടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വലിയ പ്രതിഷേധമുണ്ട്. മാധവി ലത ഇതിനെതിരെ രംഗത്ത് വന്നു നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മാധവി ലതയുടെ വാക്കുകൾ കേൾക്കാം. പ്രേക്ഷകരിലേക്ക് മാധവി ലതയുടെ പ്രതികരണം പിന്നീട് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. മറ്റ് കൂടുതൽ വാർത്തകൾ പരിശോധിച്ചാൽ ഈ ഹൈദരാബാദിൽ ഈ മതവിവാദം അത് വീണ്ടും കൊഴുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഉത്തർപ്രദേശിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഉത്തർപ്രദേശിലെ രാംപൂരിൽ നിന്നുമാണ്. അവിടെ ഒരു സർവകലാശാല, ആ സർവകലാശാല കെട്ടിയുയർത്തിയത് അനധികൃതമായിട്ടാണ്. സമാജ്വാദി പാർട്ടി നേതാവിൻ്റെതാണ്. അതായത് മൗലാന മുഹമ്മദ് അലി ജൗഹർ സർവകലാശാല. ഈ സർവകലാശാലയിൽ 40 കെട്ടിടങ്ങളുണ്ട്. ആ 40 കെട്ടിടങ്ങളിൽ 38 എണ്ണവും അനധികൃതമായി നിർമ്മിച്ചതാണ്. ഈ 38 കെട്ടിടങ്ങളും പൊളിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഈ രാംപൂർ മുനിസിപ്പാലിറ്റി നൽകിയിരിക്കുകയാണ്. അവിടെ ഈ കെട്ടിടം, ഈ സർവകലാശാല തന്നെ
അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ സർവകലാശാല ഏതാണ്ട് അവിടെ ഈ തീവ്ര ഇസ്ലാമിക മതപഠനം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ സർവകലാശാല വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു സർവകലാശാല കൂടിയാണ്. ഈ സർവകലാശാലയ്ക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്നിട്ടുണ്ട്. ആ സർവകലാശാലയിലെ കെട്ടിടങ്ങൾ 40 കെട്ടിടങ്ങളുണ്ട്. അതിൽ 38 എണ്ണവും അത് പൊളിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇപ്പോൾ ഈ സർവകലാശാലയ്ക്ക് രാംപൂർ മുനിസിപ്പാലിറ്റി നൽകിയിരിക്കുകയാണ്. മറ്റൊരു വാർത്ത കൂടി പരിശോധിച്ചാൽ ഈ തസ്ലിമ നസ്രീം അവർ ബംഗാളിലേക്ക് എഴുത്തുകാരി തസ്ലിമ നസ്രീമിൻ്റെ ബംഗാൾ സന്ദർശനത്തെ എതിർത്തുകൊണ്ട് മതവിദ്വേഷം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ മുസ്ലിങ്ങൾക്കെതിരാണ് ഈ തസ്ലിമ നസ്രീം എന്നുള്ളത് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇസ്ലാമിക സംഘടനകളൊക്കെ തന്നെ അതായത് ജമായത്തുൽ ഉലുമായെ ഹിന്ദ് എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സിദ്ദിഖുള്ള ചൗധരി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സിദ്ദിഖുള്ള ചൗധരി ഇതുമായി ബന്ധപ്പെട്ട് ചില വാക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ചില സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനെതിരെ അയാൾ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തെ തകർത്തെറിയുന്ന രീതിയിൽ ചില സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് തന്നെ അത് വിലയിരുത്താം. പ്രേക്ഷകരുടെ അറിവിലേക്കായി അത് നമുക്കൊന്ന് ടെലികാസ്റ്റ് ചെയ്യാം. ये मुसलमानों का इम्तिहान लेना चाहते हैं, टटोलना चाहते हैं। तस्लीमा अल्लाह का दुश्मन है, हमारे प्यारे नबी सल्लल्लाहु अलैहि वसल्लम का दुश्मन है। दिखंडित किताब में 49, 50 और 51 पेज में लिखा है। अब दोबारा बुलाना इसके मतलब आ बैल मुझे मार, ये सिचुएशन है। मुसलमान दुखी है, हम क्या करेंगे? आज तस्लीमा नसरीन से बंगाल का डेवलप्ड होगा, सड़क का, पैसे का, नौकरी का। बंगाल के डेवलप तस्लीमा नसरीन करेगी। यहाँ कोई राइटर नहीं है कि आपको तस्लीमा नसरीन को खोज के लाना पड़ेगा। പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അതായത് ഹൈദരാബാദിൽ സ്കൂളിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് മാധവി ലത BJP വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. BJPയുടെ നേതാവായിട്ടുള്ള മാധവി ലത ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ അടക്കം ഈ കലിമ ചൊല്ലാൻ പഠിപ്പിച്ചുകൊണ്ട് മതപരിവർത്തനത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ സ്കൂൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ മാധവി ലതയുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രമിക്കാം. ऐसे गरीब मुसलमानों को इस्तेमाल करना ही सक्सेस जैसे मैनेजमेंट इंस्टीट्यूशन काम करते हैं। ये जाल बिछाना है, स्कूल के अंदर लेना है। आपको पता है वहाँ पे एक हिंदू मेल को प्रिंसिपल लगाया गया है। क्यों? उनको देखकर हिंदू बच्चे आएंगे ताकि उनको ऐसा धर्म परिवर्तन करवा सके, उनसे कलमा पढ़वा सके। सक्सेस एक ऐसा स्कूल है जहाँ पर इस्लामिक एजुकेशन वहां पर हो रहा है, पार्ट ऑफ दी करिकुलम है उन लोग। लेकिन आप दूसरे धर्म के ऊपर ये नहीं थोप सकते आप, और इसको आप छोटे मामला बताते हो आप। अगर मामला इतना छोटा लगता है तो मैं सवाल करती हूँ चेयरमैन से, सक्सेस स्कूल के चेयरमैन से, तो आप भी माथे पे टीका लगा लो, भगवा का शॉल डाल लो, चलो मेरे साथ जय श्री राम बोलो, मेरे साथ आप भी भगवद गीता पढ़ो। പ്രേക്ഷകരെ, രാജ്യത്തെ ഭീകരവാദത്തിൻ്റെ വേരറുക്കുവാൻ വേണ്ടി അന്വേഷണ ഏജൻസികൾ സംയുക്തമായി നീങ്ങുകയാണ്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നു ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അവിടെ ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരരെ പിടികൂടിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയാണ് ജെയ്ഷെ ഇ മുഹമ്മദ്. ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെ 5 ഭീകരരെയാണ് പിടികൂടിയിരിക്കുന്നത്. പാടൻ ജില്ലയിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ദേശീയ സുരക്ഷ ഉറപ്പാക്കുകയാണ് അവിടുത്തെ ATS ചെയ്തിരിക്കുന്നത്. നേരത്തെ 8 പേരെ അവിടെ നിന്നും പിടികൂടിയിരുന്നു. ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെ തന്നെ 8 ഭീകരരെ നേരത്തെ ഗുജറാത്തിൽ നിന്നും പിടികൂടിയിരുന്നു. അവരെ വിശദമായി തന്നെ വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ ഇവരെ ചോദ്യം ചെയ്തിരുന്നു. അതായത് കേന്ദ്ര ഏജൻസികൾ കൂടി ഇവരെ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 ഭീകരരെ കൂടി ഇപ്പോൾ ഗുജറാത്ത് ATS തകർത്തിരിക്കുന്നത്. ഇവർ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ
ഇവർ ബോംബ് വെച്ചുകൊണ്ട് ഇവിടെ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഭാരതത്തെ ചോരക്കളയം ആക്കുവാൻ വേണ്ടി ശ്രമിച്ച ഭീകരരെയാണ് ഗുജറാത്ത് ATS പിടികൂടിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു 8 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. അവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ 5 പേരെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ഇവിടുത്തെ രാജ്യത്തെ ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, അതേപോലെ തന്നെ വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു ഇവർ നീങ്ങിയിരുന്നത്. അവിടെ ബോംബ് വെച്ച് തകർക്കുകയായിരുന്നു, സാധാരണക്കാരെ കൊലപ്പെടുത്തുകയായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. അതാണ് അന്വേഷണ ഏജൻസിയുടെ കൃത്യമായ ചുവടുവെപ്പ് കൊണ്ട് തകർത്തെറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴും ഈ 5 പേരെയും വിശദമായി ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇവർ പാകിസ്ഥാനിലുള്ള ഹാൻഡിലർമാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രവർത്തിച്ചത് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇവരിൽ നിന്നും ചില തെളിവുകൾ കൂടി, ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 250-ലധികം തീവ്രവാദ ഡിജിറ്റൽ ഫയലുകളും അതേപോലെ തന്നെ പതാകകളും ഒക്കെ തന്നെ അന്വേഷണ ഏജൻസി കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. മാത്രമല്ല നമുക്കറിയാം ഗുജറാത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം ഭീകരവാദികൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ചില വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിൻ്റെ പല ഭാഗങ്ങളിലും സമഗ്രമായിട്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികളും മറ്റും കടന്നിരിക്കുന്നത്. കൂടുതൽ ഭീകരവാദികൾ ഉടൻ വലയിലാകുമെന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിച്ചാൽ ഒറ്റ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അതിലേക്ക് രാജ്യം ചുവടുവെക്കുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുള്ളതായിട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു പച്ചക്കൊടി കാണിച്ചാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നയത്തിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 6 മാസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയാൽ രാജ്യത്തുടനീളം ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താം. സ്വാഭാവികമായും രാജ്യത്ത് വരുന്ന അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ഉണ്ടാകുന്ന വലിയ ചെലവ് സാധാരണക്കാരൻ്റെ നികുതിപ്പണമാണ്. ആ നികുതിപ്പണം കൃത്യമായി വിനിയോഗിക്കണമെന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിന് നിർബന്ധമുള്ള കാര്യമാണ്. അനാവശ്യമായി 1 രൂപ പോലും സാധാരണക്കാരൻ്റെ നികുതിപ്പണം അത് ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ തയ്യാറല്ല. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനം സാധാരണക്കാരുടെ സമയത്തിനും വിലയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ സമയവും അതേപോലെ തന്നെ സാധാരണക്കാരൻ്റെ പോക്കറ്റിലെ പണവും ഇത് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കടക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഒരൊറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു നയത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ പ്രക്രിയയിലേക്ക് നീങ്ങുവാൻ വേണ്ടി രാജ്യം തയ്യാറാണ് എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒറ്റ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതിനെ നമുക്കറിയാം പ്രതിപക്ഷ സഖ്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതിനെ കാതലായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ എതിർപ്പുകൾ സർക്കാർ വകവെക്കുന്നില്ല. ഏത് നല്ല കാര്യം ചെയ്താലും അല്ലെങ്കിൽ ഏത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്ത് നന്മ ചെയ്താലും അതിനെ ശക്തിയുക്തം എതിർക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ നയമാണ്, പ്രതിപക്ഷത്തിൻ്റെ നയമാണ്. പ്രതിപക്ഷം അവരുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട പ്രതിപക്ഷം ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അല്ലെങ്കിൽ അവരുടെ നയം ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതാണ്. സർക്കാർ എന്ത് ചെയ്താലും അതിനെ കണ്ണുമടച്ച് എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ നയം. ആ പ്രതിപക്ഷത്തിൻ്റെ നയത്തെ ഇപ്പോൾ ജനങ്ങളും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി ഇതിനോടകം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിച്ചാൽ രാജ്യത്ത് ഇന്ന് ചില വികസന പ്രവർത്തനങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 6800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്നിപ്പോൾ തറക്കല്ലിടുന്നുണ്ട്. അതിനൊപ്പം തന്നെ അമിത്ഷാ ഇന്നിപ്പോൾ പശ്ചിമ ബംഗാൾ സന്ദർശിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാഭാവികമായും അവിടെ പശ്ചിമ ബംഗാൾ സന്ദർശിക്കുമ്പോൾ അതിൽ കൃത്യമായ ചില സൂചനകളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെ ചില യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആ യോഗത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. അതായത് ഈ അതിർത്തി സുരക്ഷ, ക്രമസമാധാനം
വികസനം എന്നിവയിലൂന്നിയിട്ടുള്ള വിപുലമായ യോഗങ്ങളാണ് നടക്കുന്നത്. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ അധികാരമേറ്റതിന് ശേഷം അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആദ്യമായിട്ടാണ് പശ്ചിമ ബംഗാൾ സന്ദർശിക്കുന്നത്. ആ നിർണായകമായ ആ യോഗങ്ങളിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. സിലിഗുരിയിലെ ജുമാഗച്ച് അതിർത്തി ഔട്ട് പോസ്റ്റിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തികൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ആ അതിർത്തികൾ അവിടെ വേലി നിർമ്മിക്കുവാൻ വേണ്ടി പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്ന തൃണമൂൽ സർക്കാർ സമ്മതിച്ചിരുന്നില്ല. BSFന് ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഈ പശ്ചിമ ബംഗാളിൻ്റെ മണ്ണിലേക്ക് ആർക്കും ഏത് സമയവും കടന്നു വരാൻ കഴിയുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ രാജ്യസുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും BJP തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ അധികാരമേറ്റതിൽ പിന്നെ രാജ്യസുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിർത്തിയിൽ നമുക്കറിയാം വേലി നിർമ്മാണം ഇതിനോടകം തന്നെ വളരെ കൂടുതലായി പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ 3 ക്രിമിനൽ നിയമങ്ങളും അതിൻ്റെ നിർവഹണവും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും ഇന്നിപ്പോൾ ഈ കൊൽക്കത്തയിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് പശ്ചിമ ബംഗാളിൽ അവിടെ വലിയ ഗുണ്ടാവിളയാട്ടം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇപ്പോൾ അത് മാറി മറിഞ്ഞിരിക്കുന്നു. വളരെ ശക്തമായ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇത്തരം ഗുണ്ടകളെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് ഇതിനോടകം തന്നെ പശ്ചിമ ബംഗാൾ സർക്കാർ കടന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയുള്ള ചില യോഗങ്ങളുണ്ടാകും. അതേപോലെ തന്നെ BSFൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതേപോലെ തന്നെ ഈ കേന്ദ്ര സംസ്ഥാന ഏജൻസികളെയും ജില്ലാ മജിസ്ട്രേറ്റുമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ചില പദ്ധതികൾ അത് പശ്ചിമ ബംഗാളിൻ്റെ മണ്ണിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ചില തീരുമാനങ്ങളുമായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പശ്ചിമ ബംഗാൾ സന്ദർശിക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഒരു സന്ദർശനം എന്ന് പറയുന്നത് അത് പശ്ചിമ ബംഗാളിൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ അത് വെറുതെയാകില്ല. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ യോഗങ്ങളിൽ ഉണ്ടാകുന്ന വളരെ കൃത്യമായ തീരുമാനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ നേഷൻ ഫസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. വരും മണിക്കൂറുകളിൽ കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്നത്തെ നേഷൻ ഫസ്റ്റ് ഇവിടെ അവസാനിക്കുന്നു. ഞാൻ S. നന്ദഗോപൻ. നമസ്തേ.